പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ ശുദ്ധമായ നെയ്യ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. 1 ലിറ്റർ പാൽ മേടിക്കുന്നവർക്ക് 3-4 ആഴ്ച കൊണ്ട് ഇത്രയും നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1 ലിറ്റർ പാൽ കൊണ്ട് ഏകദേശം 600 ഗ്രാം നെയ്യാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിരിക്കുന്നത്. ഓരോ ദിവസത്തെയും പാൽ ഇതുപോലെ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഇതിന് മുകളിലായിട്ട് വരുന്ന ക്രീം വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. പാൽ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ക്രീം എടുക്കാൻ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. ഇത് 3-4 ആഴ്ചത്തെ ക്രീം സൂക്ഷിച്ചു വെച്ചതാണ്. ഇതുപോലെ ക്രീം സൂക്ഷിച്ചു വെക്കുമ്പോൾ ഫ്രീസറിൽ വേണം സൂക്ഷിച്ചു വെക്കാൻ. ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ ആയതുകൊണ്ട് കല്ല് പോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ വലിയ തണുപ്പ് മാറുന്നത് വരെ ഒന്ന് മാറ്റി വെക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ക്രീം ഈ ഒരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. ചിലർ ഇതുപോലെയുള്ള ക്രീം തൈര് ഒഴിച്ചൊന്ന് പുളിപ്പിച്ചതിന് ശേഷമാണ് നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ ഇതൊന്നും ചെയ്യാതെയാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള നെയ്ക്കാണ് മണവും ടേസ്റ്റും കൂടുതൽ. 500 മില്ലിയുടെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിരുന്ന ക്രീം മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിന് തണുപ്പ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഏറ്റവും ചെറിയ മോളിലിട്ട് 3 മിനിറ്റ് നേരം ഈ ക്രീം ഒന്ന് അടിച്ചെടുക്കണം. മിക്സിയുടെ ഏറ്റവും വലിയ ജാറാണ് ഇതിനു വേണ്ടിയിട്ട് എടുക്കേണ്ടത്. 3 മിനിറ്റ് ക്രീം മിക്സിയിൽ അടിച്ചെടുക്കുമ്പോഴേക്ക് ക്രീമൊക്കെ ബട്ടറായിട്ട് മാറും. ഒരു വലിയ പാത്രത്തിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ബട്ടർ മാറ്റി കൊടുക്കാം. നല്ല ചിൽഡ് വാട്ടറിലേക്ക് വേണം ബട്ടർ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ. നല്ല തണുത്ത വെള്ളത്തിലാവുമ്പോൾ ബട്ടർ നല്ല സെറ്റായിട്ട് കിട്ടും. പല പ്രാവശ്യമായിട്ട് അടിച്ചെടുത്ത ബട്ടർ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം കൈ കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കണം. 1-2 പ്രാവശ്യം ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം. ഓരോ പ്രാവശ്യവും വെള്ളം മാറ്റുമ്പോൾ നല്ല തണുത്ത വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. വെള്ളത്തിൻ്റെ കളറ് ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം ബട്ടർ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാനിലാണ് നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ നല്ല നെയ്യ് കിട്ടും. അതുപോലെ തന്നെ നെയ്യ് ഉണ്ടാക്കുന്ന സമയത്ത് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ആദ്യം കുറച്ച് സമയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഉരുക്കിയെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. കുറച്ച് സമയം കഴിയുമ്പോൾ പതയൊക്കെ കുറഞ്ഞു വന്ന് കളറൊന്ന് മാറി വരാൻ തുടങ്ങും. ചെറിയൊരു ബ്രൗൺ കളറായി വരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ നെയ്യ്ക്ക് തീരെ മൂപ്പ് കുറയാനോ ഒരുപാട് മൂത്ത് പോകാനോ പാടില്ല. മൂപ്പ് കുറഞ്ഞു പോയെങ്കിൽ നെയ്യ് പെട്ടെന്ന് കേടായി പോകും. നെയ്യ് ഒരുപാട് മൂത്ത് പോയെങ്കിൽ നെയ്യുടെ കളറും ടേസ്റ്റും ഒക്കെ മാറിപ്പോകും. ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാകത്തിൽ വേണം നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ. വലിയ ചൂട് മാറുമ്പോൾ അരിച്ചൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്ക് ഈ നെയ്യ് നന്നായിട്ട് സെറ്റായിട്ട് വരും. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ ഊറി വരും. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോഴുള്ള നെയ്യാണ്. നെയ്യൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ നെയ്യ് വീട്ടിലുണ്ടാക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. വീണ്ടും കാണാം.